നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ വൻ വിജയമാവുന്നത്, പക്ഷെ മറ്റു ചിലത് തുടങ്ങിയ പോലെ തന്നെ പരാജയപ്പെടുന്നത്? ഇതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? വാ, നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് പാർട്ട്ണർഷിപ്പുകൾ പരാജയപ്പെടുന്നതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അവർ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം അങ്ങ് മറന്നുപോകും. അതെന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അതിന് നമ്മൾ വാല്യൂ എക്സ്ചേഞ്ച് അഥവാ മൂല്യ കൈമാറ്റം എന്ന് പറയും. ഏതൊരു നല്ല പാർട്ട്ണർഷിപ്പിന്റെയും നെടുന്തൂൺ അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ്: നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുന്നു എന്നതിലൊരു കൃത്യമായ ബാലൻസ് വേണം. ആ ബാലൻസ് തെറ്റിയാൽ പിന്നെ എല്ലാം തകരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേറ്റിങ്ങിന് പോകുന്ന പോലെയൊക്കെയാണ്. കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയുണ്ടോ എന്ന് ഉറപ്പിക്കണ്ടേ? അതാണ് ഈ ഘട്ടം. അപ്പോൾ വേറെ എന്ത് ചെയ്യുന്നതിനു മുമ്പ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് രണ്ടുപേർക്കും വ്യക്തമായ ഒരു ധാരണ വേണം. ഇതായിരിക്കും നിങ്ങളുടെ നോർത്ത് സ്റ്റാർ, അതായത് വഴികാട്ടി. നമ്മൾ എന്തിനാണ് ഒന്നിക്കുന്നത്? അവസാനം നമുക്ക് എന്താണ് നേടേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണം. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് അല്ല. അതൊരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങൾ എന്താണോ നൽകുന്നത് അതിനനുസരിച്ചുള്ള മൂല്യം നിങ്ങൾക്കും തിരികെ കിട്ടണം. ആ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് കൊടുക്കാനുള്ളത്? നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ശക്തി എന്താ? ചിലപ്പോൾ അത് നിങ്ങളുടെ വലിയൊരു കസ്റ്റമർ ബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാർക്കുമില്ലാത്തൊരു പുതിയ ടെക്നോളജി, അതുമല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്കുള്ള ഒരു വിശ്വാസ്യത. എന്താണെങ്കിലും അത് കൃത്യമായി തിരിച്ചറിയണം. ഓക്കെ, ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശം നോക്കാം. നിങ്ങളുടെ പാർട്ണറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഈ ഒരു സഹകരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണുണ്ടാവേണ്ടത്? ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കില്ലാത്ത ഏതെങ്കിലും ഒരു സ്കിൽ, അതുമല്ലെങ്കിൽ പുതിയ മാർക്കറ്റുകളിലേക്കൊരു എളുപ്പവഴി, അങ്ങനെ എന്തുമാകാം. ശരി, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേർച്ചയുണ്ടെന്ന് മനസ്സിലായി, അടിത്തറയൊക്കെ ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ബന്ധമൊന്ന് ഒഫീഷ്യലാക്കണം. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പേപ്പറിലേക്ക് മാറ്റണം. നോക്കൂ, ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് രണ്ടുപേർക്കും എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി എഴുതി വെക്കണം. നിങ്ങൾക്ക് വരുമാനം കൂട്ടാനാണോ, അല്ലെങ്കിൽ ബ്രാൻഡിന് കൂടുതൽ പ്രചാരം കിട്ടാനാണോ? എന്തുതന്നെയായാലും തുടക്കത്തിലെ ഇതെല്ലാം പറഞ്ഞുറപ്പിക്കുന്നത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും, ഉറപ്പാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു പ്രീനപ്പ് പോലെയാണ്. അതായത് ഒരു വിവാഹപൂർവ്വ കരാർ. ബന്ധത്തിലെ ഓരോ ചെറിയ കാര്യവും ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെന്റ്. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പ്രധാനമായും 4 കാര്യങ്ങൾ ഉറപ്പായും വേണം. 1. ഓരോരുത്തരും എന്തൊക്കെ റിസോഴ്സസാണ് കൊണ്ടുവരുന്നത്. 2. പുതിയതായി ഉണ്ടാകുന്ന ഐഡിയകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും. 3. ലാഭം എങ്ങനെ വീതിച്ചെടുക്കും. 4. ഈ പാർട്ട്ണർഷിപ്പ് എത്ര കാലത്തേക്കാണ് എന്നത്. ഓക്കെ, കരാറൊക്കെ ഒപ്പിട്ടു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഈ പാർട്ട്ണർഷിപ്പിനെ എങ്ങനെ ആരോഗ്യത്തോടെ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച്. തുടക്കത്തിലേ എല്ലാം ഫെയർ ആയിരിക്കണം. കാരണം കാലം പോകുന്തോറും കാര്യങ്ങൾ മാറും. ഇന്ന് നിങ്ങൾ നൽകുന്ന മൂല്യം നാളെ ഒരുപക്ഷെ അത്ര വലുതായിരിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിരുന്ന് കാര്യങ്ങൾ വിലയിരുത്താനും ആവശ്യമെങ്കിൽ എഗ്രിമെന്റിൽ മാറ്റങ്ങൾ വരുത്താനുമൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ബന്ധം തകരാതെ നോക്കും. പക്ഷെ ഒരു ചോദ്യമുണ്ട്: ഈ പാർട്ട്ണർഷിപ്പ് ശരിക്കും വർക്കാവുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? വെറുതെ തോന്നിയാൽ മതിയോ? ഇല്ല, തോന്നലുകൾക്കിവിടെ സ്ഥാനമില്ല. ഈ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഗുണമുണ്ടോ എന്നറിയാൻ നമുക്ക് കൃത്യമായ അളവുകോലുകൾ വേണം. നമ്മൾ മുടക്കിയ പണത്തിന് എന്ത് തിരികെ കിട്ടി? അതായത് ROI. സെയിൽസ് കൂടിയോ? കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ? ഇങ്ങനെയുള്ള കറക്റ്റ് ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം അവസാനിക്കാറായി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൻ്റെ എല്ലാം കാതലായ ഭാഗത്തേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനെല്ലാം ഒരൊറ്റ ചോദ്യത്തിലേക്ക് ഒതുക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പാർട്ണർഷിപ്പിൽ രണ്ടുപേരും കൈമാറുന്ന മൂല്യം തുല്യമാണോ? അത് നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒന്നാണോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ദീർഘകാലത്തേക്ക് ഇങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയുമോ? അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഏത് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോഴും ഈ ചോദ്യം ചോദിക്കണം, എപ്പോഴും. ഇതിന് ശരിയായൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള താക്കോല്.